തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത്. വെള്ളയിൽ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റായ വിൽഫ്രഡ് നേതൃത്വവുമായി തെറ്റി പാർട്ടിയും പദവിയും വിട്ടു. ഈ തക്കം നോക്കി വിൽഫ്രഡിനെ RJD സ്വന്തമാക്കി. കഴിഞ്ഞ തവണ വിരലിലെണ്ണാവുന്ന വോട്ടിന് നഷ്ടപ്പെട്ട നടക്കാവ് വാർഡ് പിടിച്ചെടുക്കാൻ വിൽഫ്രഡിനെ തന്നെ സ്ഥാനാർത്ഥിയുമാക്കി. LDFന്റെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. ഈ വാർഡ് ഇപ്പോൾ എങ്ങനെയാണ് സ്ഥിതി? കഴിഞ്ഞ തവണ ചെറിയ വോട്ടിന് നഷ്ടപ്പെട്ട വാർഡാണ്. അത് തിരിച്ചു പിടിക്കുക. LDF തിരിച്ചു പിടിക്കുന്നു മാത്രമല്ല, ഇനി തിരിച്ചു കൊടുക്കൂല. പഴയ നടക്കാവല്ല, പുതിയ നടക്കാവ്. അതിർത്തികൾ മാറ്റി നിർണയിച്ചപ്പോൾ ഇടതിന് പ്രതീക്ഷ കൂടിയിട്ടുണ്ട്. റെയിലിന് അപ്പുറവും ഇപ്പുറവുമായി വാർഡ് മാറി മറിഞ്ഞു. വിൽഫ്രഡ് കോൺഗ്രസ് വിട്ടെങ്കിലും വീരുറ്റ പോരാട്ടത്തിനാണ് UDFും തയ്യാറെടുക്കുന്നത്. കോൺഗ്രസിലെ അഗ്നിവേശ് S. ചെറോത്താണ് ഐക്യമുന്നണി സ്ഥാനാർത്ഥി. ഇടതിനനുകൂലമായി വാർഡ് വെട്ടിമുറിച്ചു എന്ന പരാതിയുണ്ട് UDFന്. എന്നാൽ അതുകൊണ്ടൊന്നും മത്സരത്തിൻ്റെ വീറും വാശിയും കുറയുന്നില്ല. NDAക്ക് താരതമ്യേന നല്ല സ്വാധീനമുള്ള വാർഡാണ് നടക്കാവ്. വോട്ടും കരുത്തും വർദ്ധിപ്പിക്കാൻ പ്രവീൺ തളിയിൽ എന്ന കരുത്തനായ സ്ഥാനാർത്ഥിയെയാണ് അവർ രംഗത്തിറക്കിയിട്ടുള്ളത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.